50 ആൾ ഒന്നായിട്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആർക്കും ഒരു പ്രശ്നമില്ല. ഒരു സമാധാനമായിട്ട് അവിടുന്ന് ഇറങ്ങി അവരെ വീട്ടിൽ പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലം വരെ നിങ്ങൾ പോയി നോക്കിയില്ലേ? പൊട്ടിയ സ്ഥലത്താണ് ഞങ്ങൾ. ഉരുൾ പൊട്ടിയ ഇതന്നെ മേൽമുറി തന്നെ. ഉരുൾ പൊട്ടിൻ്റെ അതിൻ്റെ മേലെ തന്നെയാണ്. അവിടെ ഞങ്ങൾ പണിയെടുക്കുന്നത്. ഇപ്പം നിങ്ങൾ വന്നാൽ കാണാം. ശരിക്കും എല്ലാവരും സമാധാനമായിട്ട് ഇറങ്ങിപ്പോയത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഇതാകെ അപ്പോഴത്തേന് എല്ലാവരും വന്ന് ആകെ പ്രശ്നമായി. പഞ്ചായത്ത് ഈ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ ആധികാരികമായി മറ്റ് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച സ്ഥാപനത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നുണ്ട്. ബാക്കി റിപ്പോർട്ട് കിട്ടിയിട്ട് പറയാം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ മുഴുവൻ റിപ്പോർട്ട് കിട്ടണം. മറ്റ് പ്രിക്കോഷൻസ് എടുക്കാനുള്ള എല്ലാ സമീപനവും സ്വീകരിച്ചിട്ടുണ്ട്. ഭൂചലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? എന്താണ് ഭൂചലനമായിട്ട് നമ്മൾ പരിശോധന നടക്കുന്നുണ്ട്. ഓക്കെ, സെസമിക് ആക്ടിവിറ്റി എന്തെങ്കിലും ഇത് ഉണ്ടോ ആ പരിശോധന ഉണ്ട്. റവന്യൂ ടീം എല്ലാ ടീംസും ഇപ്പോൾ തലം ഫീൽഡിലാണ്. ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. നമ്മൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡയറക്ഷൻസ് ബിക്കോസ് നമ്മൾ ഇപ്പോൾ നിലവിലെ ഒരാഴ്ച മുമ്പല്ലേ നമുക്ക് ഇതൊക്കെ എല്ലാം സംഭവിച്ചത്. സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ആ പേടി ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു എക്സ്പെർട്ട് ടീം ഇവിടെ ഉണ്ട്. ഓക്കെ, ദേ ആർ ഓൾ ലുക്കിംഗ് ഇൻ ടു ദോസ് തിങ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഒരു പാനിക് ആവണ്ട ആവശ്യമില്ല. സ്ഥലം സന്ദർശിക്കുന്നുണ്ട് വിദഗ്ധ ടീം. പോകുന്നുണ്ട്. എല്ലാവരും പോകുന്നുണ്ട്. ഇല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ അല്ല. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഇവാലുവേഷൻ നടക്കുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്തെങ്കിലും മെസ്സേജ് തന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവാക്യുവേഷൻ ചെയ്യും. സാഹചര്യം ഇല്ലെന്നാണ് പറയുന്നത് അല്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഉള്ള ഇൻഫർമേഷൻ കിട്ടിയ സ്ഥലങ്ങളിൽ ഓൾറെഡി ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരെയും അലർട്ട് ചെയ്യും, നിങ്ങളെയും അലർട്ട് ചെയ്യും. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം കുറച്ച് ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊന്ന് പരിശോധിച്ചിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ കൊടുക്കും. പിന്നെ ആ ഭാഗത്ത് ഒരു കടയുടെ ഗ്ലാസ് ആകെ ഷെയ്ക്ക് ചെയ്ത് ആളുകൾ പുറകോട്ട് ഓടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ വന്നു. വീടിൽ നിന്ന് പുറത്തേക്ക് പോയി. വെങ്ങപ്പുഴ പൊഴുതന പഞ്ചായത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിയിട്ടുണ്ട്. പിന്നെ പല ഭാഗത്ത് പല രീതിയിലുള്ളതായിരിക്കുന്ന പ്രതികരണങ്ങൾ വന്നു. അപ്പം ജനം പാനിക്കാണ്. ഇപ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കൊണ്ടൊരു സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം. ഇപ്പോൾ എർത്ത് ആണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ റിക്ടർ സ്കെയിൽ വളരെ കൃത്യമായും അതിൻ്റെ രേഖപ്പെടുത്തുന്ന കാര്യമുണ്ട്. അതില്ലാത്തത് കൊണ്ട് അത്തരമൊരു സാഹചര്യമില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. പക്ഷേ എന്തും വേണുചേട്ടൻ വിളിച്ചു വേറെ വീടുകൾ അതൊന്നും കാണാനുണ്ട്. അപ്പോൾ നമ്മളതിന് ആ ചാനലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ ചാനൽ സാധാരണ ഇതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു പറഞ്ഞാൽ അത് വേണമെങ്കിൽ നോക്കാം. നോക്കിയറിയില്ല നിങ്ങൾ ഡ്രോൺ പറഞ്ഞിട്ട് അവിടെ ഇവിടെ അത്ര അതിൻ്റെ നമ്മൾ നോക്കുന്നുണ്ട്. അതിപ്പോൾ നിലവിൽ നമുക്ക് 100% കാണുന്നില്ല. അതിൻ്റെ ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പിടിക്കാനുള്ളത് ഇറങ്ങി വരുന്ന വെള്ളത്തിലേക്ക് അങ്ങനെ ഇറങ്ങി വരുന്നത് എവിടെ ആദ്യം ബത്തേരി പോയിട്ടുണ്ട്. അവരവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്, സൈറ്റിലുണ്ട്. ഇപ്പോൾ സുഗന്ധഗിരി ആ ഭാഗത്തേക്കാണ് മറ്റുള്ള ആൾക്കാർ നിൽക്കുന്നത്. അല്ല, നിലവിലിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫിസിക്കലായിട്ട് നോക്കിയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ സീസ്മിക് ആക്ടിവിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ എൻസെസോ അല്ലെങ്കിൽ GSI ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അല്ല, അതങ്ങനെ അറിയിപ്പ് വന്നാൽ മാത്രമേ നമുക്ക് ഈ സീസ്മിക് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അറിയിപ്പ് വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ സ്ഥലപരിശോധന എല്ലാം നടത്തി? ഇപ്പോൾ നിലവിൽ ഈ ഭാഗങ്ങൾ അവർ സംശയമുള്ള ഭാഗങ്ങളൊക്കെ നോക്കി. അവിടെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പ്രത്യക്ഷത്തിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഡ്രോണായിട്ട് ഫോറസ്റ്റ് ആണ് നടത്തിയത്. ഡ്രോണായിട്ട് ജിയോളജിയുടെ ഭാഗത്തുനിന്നായിട്ട് എന്തെങ്കിലും നിലവിൽ വല്ല ക്രാക്കോ കാര്യങ്ങളോ അല്ല വല്ല പാറകൾ ഉരുണ്ട് വന്നിട്ടുള്ള കിടക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ സൗണ്ട് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാറകൾ ഉരുണ്ട് വന്നിട്ടുള്ള സൗണ്ട് കേട്ടു എന്നാണ് പറഞ്ഞത്. അത്തരം സംഗതികൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് അത് നോക്കിയത്. അതൊന്നും ഇപ്പോൾ നിലവിലൊന്നും കാണാൻ പറ്റിയത്. സാധാരണ ഇത് എന്താവാനാണ് സാധ്യത സാറേ?
അത് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. കാരണം ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും അത് വന്നിട്ടുണ്ട്. കോഴിക്കോട് വിവിധ ഭാഗങ്ങളിൽ ഈ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അല്ല, വലിയ സാഹചര്യമൊന്നുമില്ല. ഇവിടെ 100-ന് മുകളിലുള്ള വീടുകളാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ കുറിച്യർമല പ്രദേശത്ത് നമുക്കൊരു 2018 ഒരു പൊട്ടലുണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഒരുപാട് ആളുകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി ഒരു 100-ലധികം ആളുകൾ നിലവിൽ ഇവിടെ താമസിക്കുന്നുണ്ട്, പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അത് ഈ മേൽമുറി, കുറിച്യർമല, സേറ്റുകുന്ന് പ്രദേശങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. 13-1 വാർഡുകളിലായിട്ട്. 13-1 വാർഡുകളിൽ. താഴെ ഭാഗം 12-ാം വാർഡാണ്, 6-ാം മൈൽ പ്രദേശമൊക്കെ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 200-ന് മുകളിലേക്ക് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ നേരത്തെ റിയാസ് മിനിസ്റ്റർ, MLA, കളക്ടർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകളൊക്കെ കളക്ടറേറ്റ് ഇരിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. നമ്മളപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജിയോളജിസ്റ്റിനടക്കമുള്ള ആളുകളെ, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളുകളെ 2 ടീമായി പറഞ്ഞു. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ബത്തേരി ഭാഗത്തേക്ക് അവർ പരിശോധിച്ച് പ്രാഥമികമായ വിവരം നമുക്ക് നൽകാൻ പറഞ്ഞു. പക്ഷെ അതിൽ അൺയൂഷ്വലായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പുതിയതായി വെള്ളച്ചാട്ടം ഞാൻ പുറത്തുണ്ട്, എന്റെ ഗ്ലാസ് ഞാൻ അതിങ്ങനെ വെച്ചു. നമ്മൾ കാരണം അപ്പോഴാണ് ഈ 10-കാലിലെ ശബ്ദം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അപ്പോഴാണ് ഇത് ചെറിയൊരു തരിപ്പ് നടന്ന, ആ ഇടി പൊട്ടുന്ന മാതിരി ഒരു സൗണ്ടും കേട്ടു, ഒരു ചെറിയൊരു തരിപ്പും ഉണ്ടായി. ഇതേ സംഭവിച്ചുള്ളൂ. ഇടി പൊട്ടുമ്പോൾ തരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭൂമി കുലുങ്ങിയേ ഒന്നും സംഭവിച്ചിട്ടില്ല, കല്ലുരുണ്ട് വരികയെ അങ്ങനത്തെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല. ഇതാണ് യഥാർത്ഥം ഞങ്ങളോട് പറയാ. അപ്പോ ഫേക്ക് ന്യൂസും കൊടുക്കുമ്പോൾ ആളുകൾ എന്താവും, പരിഭ്രാന്തരായിട്ട് ബേജാറായി പോകും.